ഇന്നും പതിവ് പോലെ വൈകിട്ടായപ്പോഴത്തേക്കും അപ്പം കുറച്ച് ചാള കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് ചൂടോടെ തിളപ്പിക്കാമെന്ന് കരുതി ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടാ. അപ്പോൾ കറി വയ്ക്കാനുള്ള ചാളയെല്ലാം ഞാൻ വെട്ടിത്തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള പനഞ്ഞിലെല്ലാം ഞാൻ മാറ്റി വേറെ വറക്കാനായിട്ട് ഇത്തിരി ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്ഥിരം വയ്ക്കാറുള്ള രീതിയിൽ വിനാഗിരി വെച്ചിട്ടാണ് നമ്മൾ ചാളൻ തിളപ്പിക്കാൻ വേണ്ടി പോണത്. അതാണ് ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് അത് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരിത്തിരി വെള്ളം ഒഴിച്ച് അതിൻ്റെ എണ്ണ തെളിയുമ്പോഴത്തേക്ക് നമുക്ക് ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്ത് വിനാഗിരിയും ഉപ്പും ചേർത്ത് അടച്ചു വയ്ക്കാം. ചാറെല്ലാം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീനെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒപ്പം തന്നെ ഞാനിവിടെ പനഞ്ഞിലും വറക്കാനായിട്ട് വെച്ചിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇത്തിരി ചാറ് എല്ലാവർക്കും കൂടുതൽ വേണമെന്നിട്ട് ഞാൻ ഇത്തിരി ചാറ് വെച്ചിട്ടാണ് എടുക്കുന്നത്. കറികളൊക്കെ റെഡി ആയി വന്നപ്പോഴത്തേക്ക് പനഞ്ഞിലെല്ലാം കാക്കരാഞ്ചും പോലെ പോയിട്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ ചോറ് കഴിക്കാനിരുന്ന